ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ പ്രശാന്ത്. ഞാൻ ആതിര അർച്ചന. ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ CSEB എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി അധികം വൈകാതെ തന്നെ എക്സാം ഉണ്ടാവും. കാരണം വൈകിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ എക്സാം ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം CSEB എക്സാമിൻ്റെ സബ്ജക്റ്റുകളൊക്കെ നമുക്കറിയാം. കാരണം സ്ഥിരമായിട്ട് എക്സാം എഴുതുന്ന ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ടാവും. സഹകരണ ബാങ്കിലെ വലിയൊരു എക്സാം തന്നെയാണ് CSEB പറയുന്നത്. സബ്ജക്റ്റുകളുണ്ട് അല്ലേ, ബാങ്കിങ് ആയിട്ടും അക്കൗണ്ടൻസി ആയിട്ടും കോർപ്പറേറ്റ് ലോ ആയിട്ടും അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന ബേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബാങ്കിങ്ങിലെ രണ്ട് സബ്ജക്റ്റുകൾ, അതായത് അക്കൗണ്ടൻസിയും അതേപോലെ ബാങ്കിങ്ങും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരെ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏരിയകൾ എന്നൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ അക്കൗണ്ടൻസിനെ പറ്റിയാണ് പറയുന്നത്. അക്കൗണ്ടൻസി നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കാര്യങ്ങളെ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള പ്രോബ്ലംസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ബേസ്, അതായത് അക്കൗണ്ടൻസിയുടെ ബേസ് പാർട്ടാണ് കൂടുതലായിട്ടും ഇവിടെ ചോദിക്കുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്യുന്ന ജേർണൽ, അതേപോലെ ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതായത് ഒരു കമ്പനിയുടെ ഫുള്ളായിട്ടുള്ള അക്കൗണ്ട് സിസ്റ്റം എങ്ങനെയാണ് എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെറും കമ്പനിയുടെ മാത്രമല്ല നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൂടി അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ വരുമ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരും, ബാലൻസ് ഷീറ്റ് വരും. ഇതും കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് ഒരു കമ്പനിയുടെ, അതായത് അല്ലെങ്കിൽ ഒരു ബാങ്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ അല്ലെ, അവിടെ എത്രത്തോളം ബാങ്കിൽ എമൗണ്ട് വന്നു, അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാനും അത് റീകൺസിൽ ചെയ്യാനുള്ള ബാങ്ക് റീകൺസിലേഷൻ വരുന്നുണ്ട്. കൂടാതെ ഗുഡ് വില്ല്, പിന്നെ ഷെയർസിൻ്റെ, അതായത് ഒരു പാർട്ടിയുടെ നമ്മൾ ഷെയർ കൊടുക്കുന്നു, ഷെയർ വാങ്ങുന്നു, അത് വിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ചോദിക്കുന്നുണ്ട്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏരിയ വളരെ വൈഡായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഒക്കെ കോസ്റ്റ് എത്രത്തോളം അളക്കാൻ സാധിക്കുന്നുണ്ട്, അതായത് കോസ്റ്റ് എത്രയാണ്, അത് കോസ്റ്റ് അനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന കാര്യം കൂടെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഏരിയകൾ, നമ്മൾ ബേസിക് ആയിട്ടുള്ള ഏരിയകൾ മാത്രമേ ഇവിടെ ഏതിലുള്ളൂ, ഈ ഒരു CSEBയുടെ എക്സാമിൽ അക്കൗണ്ടൻസിൻ്റെ പോർഷൻ ഉള്ളൂ. വലിയ വൈഡായിട്ടുള്ള നമുക്ക് പഠിക്കാനില്ല. പക്ഷേ ഉള്ള പോർഷൻ, അതായത് ബേസിക് ഉള്ള പോർഷൻ നമ്മൾ തറവായിട്ട് തന്നെ പഠിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആയിട്ട് ആ ഒരു ഏരിയയിലേക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബാങ്കിങ്ങിന്റെ ഒരുപാട് ഏരിയയാണ്. അപ്പോൾ ബാങ്കിങ്ങിന്റെ ഏരിയ ഒക്കെ ഏതാ മിസ്? ബാങ്കിങ്ങിന്റെ ഏരിയ കൂടുതൽ ബാങ്കിങ്ങിൽ മെയിൻ ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിങ്, അതിൽ മോഡേൺ ബാങ്കിങ് വരുന്നുണ്ട്, ട്രഡീഷണൽ ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ ഫങ്ഷൻസ്, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ച് പഠിക്കാനുണ്ട്, അവരുടെ ഫങ്ഷൻസ്, പിന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്, പിന്നെ അതുപോലെ RTGS, നെഫ്റ്റ്, പിന്നെ IMBS, അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ BR ആക്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. BR ആക്ട് അതിന്റെ സെക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ATMs കുറിച്ച് അതിന്റെ ടൈപ്പ് ചോദിക്കാറുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, BSBD അക്കൗണ്ടുകൾ, അതിനെയൊക്കെ കുറിച്ച് പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ അതുപോലെ തന്നെ SBIനെ കുറിച്ച് പഠിക്കാനുണ്ട്, ബാങ്കിങ് നാഷണലൈസേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. നാഷണലൈസേഷൻ ഓരോ ഇയറും, അതുപോലെ തന്നെ ഏതൊക്കെ ബാങ്കുകളാണ് ഒക്കെ നാഷണലൈസ് ചെയ്തു അത് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പേയ്മെന്റ് സിസ്റ്റം, ചെക്കുകൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് തന്നെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്, NI ആക്ട് പഠിക്കാനുണ്ട്. അതിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്കിന്റെ ടൈപ്സ് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻഡോസ്മെന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ടൈപ്പ് ഓഫ് എൻഡോസ്മെന്റ് പഠിക്കാനുണ്ട്, ഇൻഡെംനിറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗാർണിഷ് ഓർഡറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ്, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ബാങ്ക് കസ്റ്റമർ തമ്മിലുണ്ട്, ആ റിലേഷൻഷിപ്സ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ IFSC എന്താണെന്നും, അതുപോലെ തന്നെ നമ്മുടെ അതുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, സർഫേസി ആക്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമ്മളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിനെ കുറിച്ച്, ഉണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമ്മളുടെ ക്രെഡിറ്റ് വർത്തിനെസ് ചെയ്യാനുള്ള മെഷേഴ്സ് അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള NPA കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ പിന്നെ റീജിയണൽ റൂറൽ ബാങ്കുകൾ, ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പിന്നെ ഐദർ ഓർ സർവൈവൽ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. അതിനൊക്കെ കുറിച്ച് ഒരു തറവായിട്ടുള്ള ഐഡിയ നമുക്ക് ബാങ്കിങ് മേഖലയിൽ വേണം. കാരണം CSEB എക്സാമിന്റെ CSEBയുടെ സിലബസ് നിങ്ങൾക്കറിയാം. CSEB അനൗൺസ് ചെയ്ത സിലബസ് എന്ന് പറയുന്നത് ടോപ്പിക്ക് മാത്രം, അതായത്
സബ്ജക്റ്റിന്റെ പേരും എത്രയും മാർക്കെന്നും ഡിസ്ട്രിബ്യൂഷനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അതിന്റെ അകത്ത് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് CSEB പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിവിടെ പറയുന്നത് പ്രീവിയസ് ഇയറിൽ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു CSEB എക്സാമിന് കോച്ചിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ ഏരിയാസ് നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളതെന്ന് നമ്മൾ പറയുന്നത്. മിസ്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇപ്പോൾ മിസ് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കൂടുതലായിട്ട് എഫേർട്ട് ആവും, നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതിനകത്ത് കിട്ടില്ല എന്തായാലും. തീർച്ചയായിട്ടും CSEB എക്സാം എഴുതുന്ന ആളുകൾക്കറിയാം നമുക്കൊരു 70+ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനാണ്. അപ്പോൾ 75% ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം തറവായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത്. അഥവാ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയ ഒന്നും കവർ ചെയ്തില്ലെങ്കിലും ഒരു 10 വർഷത്തെയോ അല്ലെ അതിന് മുന്നേ ഉള്ള അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താലും വേണമെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോർ ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് സബ്ജക്റ്റുകളൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി PYQs നമ്മൾ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് ക്രാക്ക് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അത് നമ്മൾ നമ്മളിവിടെ അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, മാത്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമ്മളുടെ ജനറൽ PSCയുടെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ആ ലെവലിലുള്ള ഇംഗ്ലീഷ് ആണ് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. GKയും അതുപോലെ തന്നെ CSEBക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വൈഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. CSEB ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രോഗകാരികളും അതുപോലെ തന്നെ കോയിൻസ്, പിന്നെ രാജ്യങ്ങളും അതിന്റെ നാണയങ്ങളും, പിന്നെ അതുപോലെ തന്നെ തലസ്ഥാനങ്ങള്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് CSEB സ്പോർട്സിന്റെ ചില അവാർഡുകള്, അങ്ങനെ അതാണ് CSEB ചോദിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെന്താണ് വിശാലമായിട്ട് പഠിക്കാതെ ഇതിന് ഏതാണ് CSEB ചോദിക്കുക എന്നുള്ള മേഖല അറിഞ്ഞ് വേണം നമുക്ക് പഠിക്കാനായിട്ട്. അത് തന്നെയാണ് നമ്മുടെ കോഴ്സിന്റെയും പ്രത്യേകത. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിലബസ് ഓറിയന്റഡ് ആയിട്ട്, പ്യൂർലി സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ CSEBയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ബിഗിനേഴ്സ് ബാച്ചും കൂടി ഉണ്ട്. നിങ്ങൾക്കറിയാം CSEB എക്സാം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ അവിടെ പഠിക്കണം അല്ലേ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബിഗിനേഴ്സ് ബാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6 മാസമാണ് കാലാവധി. നമ്മൾ പ്യുവറായിട്ട് ഓരോരോ സബ്ജക്റ്റിൻ്റെയും ബേസ് മുതൽ എടുത്തിട്ടാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാം. കൂടാതെ CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, അതായത് കുറച്ച് കാലങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കോഴ്സും കൂടെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ താഴെ അറിയാൻ വേണ്ടി നമ്പർ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റും കൂടി ചെയ്യാം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.